ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് ഇന്ത്യ ലോകത്തിലെ ഒരു വലിയ കരുത്താണ്. ഇന്ത്യ ലോകത്തിന്റെ ഫാർമസി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അത് തകർക്കാനായിട്ട് അമേരിക്ക ഒരു പണി തരാനിരിക്കുന്നു എന്ന് കേൾക്കുന്നല്ലോ. അതായത് ഇപ്പൊ താരിഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും തന്നെ തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അടുത്ത പണി ഏതിൽ തരാം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് അത് തരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, KN ബാലഗോപാൽ ഓപ്പറേഷൻ ബി അല്ലെങ്കിൽ പ്ലാൻ ബി നടപ്പാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അമേരിക്ക പ്ലാനുകൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ പ്ലാനുകളായിട്ടാണ് നമുക്ക് തരാൻ പോകുന്നത്. ഇപ്പോൾ ഈ മെഡിക്കൽ രംഗത്ത്, അമേരിക്കയുടെ മെഡിക്കൽ രംഗത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കരുതൽ ശേഖരമായിട്ട് മാറ്റിവെക്കാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്, ഇനി വരാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് ഇന്ത്യക്കൊരു ഉപരോധം വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. അപ്പോൾ ഏതാണ്ട് 1.5 വർഷത്തോളം എടുക്കും. പക്ഷെ 1.5 വർഷത്തോളം എടുത്ത് ഇവരിത് കരുതൽ ശേഖരം വെക്കുന്നത് ആ സമയത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ അമേരിക്കയ്ക്ക് ഒരു വീഴ്ച വന്നാൽ 1.5 വർഷത്തോളം ഇവർക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു സാധനങ്ങളാണ് ഇവർ ഒരു കോപ്പ് കൂട്ടിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പം ആ രീതിയിലുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പറയുന്ന ആ രംഗത്തുള്ള വിദഗ്ധരൊക്കെ പറയാതെ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളാണ്. ഇനി നമ്മളെ പറയുന്നത് ലോകത്തിൻ്റെ ഫാർമസി എന്നാണല്ലോ. അപ്പൊ ആ ഫാർമസി എന്ന് പറയുന്നത് നമ്മൾ വെറുതെ നേടിയെടുത്തിട്ടുള്ള പേരൊന്നുമല്ല. അത് ചെയ്യാനുള്ളത് ചെയ്തിട്ട് തന്നെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു പേരാണ്. ഇത്തരത്തിൽ മരുന്ന് നിർമ്മാതാക്കളൊന്നും വില കുറക്കാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും സംസാരിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ജനൌഷധിയുമായിട്ടൊക്കെ വരുന്നത്. മാത്രമല്ല, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനറിക് മരുന്ന് നിർമ്മാതാക്കളായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ മാറി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്കാർക്ക് മാത്രം ഗുണം ചെയ്യുന്ന ഒന്നായിട്ട് നമ്മൾ മാറ്റിവെക്കുകയല്ല, മറിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് കൂടി, ലോകത്തിന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇന്ത്യ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ മനസ്സാണ്, ഭാരതത്തിൻ്റെ മനസ്സാണത്. അത് മറ്റു രാജ്യങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ സഹായങ്ങൾ നൽകിയിട്ടുള്ളത് നമുക്ക് നേരെ വാളോങ്ങിയവർക്ക് നേരെയും നമുക്ക് നേരെ എന്താ പറയുക വാക്കോങ്ങിയവർക്ക് നേരെയും ഒക്കെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ആപത്ത് ഘട്ടത്തിൽ നിൽക്കുന്ന ഒരുത്തിന് നേരെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള എന്താ പറയുക ഒരു സഹായം നൽകാൻ മടിക്കുന്ന ഒരു രാജ്യമല്ല. പരസ്പരം പൊരുതുന്നത് വേറെ കാര്യം, അത് നേരക്ക് നിൽക്കാൻ ഒരു ആവതുള്ളപ്പോൾ അവിടെ ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഭാരതത്തിൻ്റെ ആ ഒരു സംസ്കാരം അത് ഇപ്പോഴും പിന്തുടർന്ന് പോരുന്നതിൻ്റെ ഭാഗമായി അവിടേക്ക് സഹായം എത്തിക്കുന്ന പല അവസരങ്ങളും ഇപ്പോൾ പോലും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ ജനറിക് മരുന്ന് നിർമ്മാതാക്കളായി മാറിക്കഴിഞ്ഞ ഇന്ത്യയും ആഗോള ആരോഗ്യ മേഖലയിൽ, നമ്മുടെ രാജ്യത്തെ മാത്രം ആഗോള തലത്തിൽ തന്നെ ഇന്ത്യ വലിയൊരു നിർണായക ശക്തിയായിട്ട് വളർന്നിരിക്കുന്നു എന്നതാണ്. കുറഞ്ഞ ചെലവിൽ ഉന്നത നിലവാരമുള്ള മരുന്നുകളൊക്കെ US, യൂറോപ്പ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എത്തിച്ചു കൊടുക്കുന്നതിലൂടെ തന്നെയാണ് നമുക്ക് ലോകത്തിൻ്റെ ഫാർമസി എന്ന വിശേഷണം പോലും ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൊടുത്തിട്ടാണ് നമുക്ക് നേരെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിനുകളുടെ 60% നിർമ്മിക്കുന്നത് ഇന്ത്യയാണ്. അത് നമുക്കൊരു ക്രെഡിറ്റാണ്. അത്രയും കൂടുതൽ വാക്സിനുകളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. കോവിഡ് കാലത്ത് കോവിഡ് ലോകമാകെ പടർന്നു പിടിച്ച സമയത്ത് ഇന്ത്യയുടെ ഫാർമ മേഖലയുടെ പ്രാധാന്യം കൂടുതൽ എല്ലാവർക്കും തന്നെ, എല്ലാ ലോകരാജ്യങ്ങൾക്കും തന്നെ വ്യക്തമായതാണ്. വാക്സിൻ മൈത്രി എന്ന പദ്ധതിയിലൂടെ 100-ലധികം രാജ്യങ്ങളിലേക്കാണ് നമ്മൾ ഈ ഇന്ത്യയുടെ വാക്സിനുകളൊക്കെ കയറ്റുമതി ചെയ്തത്. അപ്പോൾ ഒരു മെഡിക്കൽ ഡിപ്ലോമസി ശക്തിയായിട്ട് ഇന്ത്യ ലോകത്തിന് മുന്നിൽ അതിലൂടെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായി. അവർക്ക് ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. ഈ ദൗത്യത്തിലൂടെയാണ് ഇന്നിപ്പോൾ ദേശീയ സുരക്ഷയെ പോലെ തന്നെ നിർണായകമാണ് ആരോഗ്യ സുരക്ഷ എന്ന് കണ്ടുകൊണ്ട് ഇന്ത്യ എല്ലാ കാര്യങ്ങളിലും, ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ലോകത്തിന് കൂടി ഉതകുന്ന രീതിയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം എടുത്തു നോക്കുക. റഷ്യ യുക്രൈൻ യുദ്ധം യൂറോപ്പിലെ മരുന്ന് വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കുകയും ഇന്ത്യ അത് ഉപയോഗപ്പെടുത്തുകയും ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ പറയും നമ്മുടെ ഒരു ഇതല്ലേ, നമ്മുടെ ഒരു എന്താ പറയുക
നമ്മുടെ ആ ഒരു ആവശ്യ സമയത്ത് നമ്മൾ നൽകുന്നത് ഉപകാരമായിട്ടായിരിക്കില്ല, നമ്മുടെ ഒരു കച്ചവട മനസ്ഥിതിയുടെ ഭാഗമായിട്ടാണോ എന്ന് വെച്ചാൽ സ്വാഭാവികമായും അത് ഏതൊരു രാജ്യത്തിനും ഉണ്ടാകുന്നതാണ്. നമുക്ക് കിട്ടുന്ന ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തുക മാത്രമല്ല, അത് ആ സമയത്ത് നമ്മൾ ആ അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ അവിടെ മരുന്ന് ലഭിക്കാതെ പോകുന്ന അത്തരത്തിലുള്ള മെഡിക്കൽ രംഗത്തിന് വീഴ്ച പറ്റുന്ന ഒരു വിഷയം അവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പം നമ്മുടെ കച്ചവടം നടക്കാൻ നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഉപകാരവും കൂടിയാകും എന്നുള്ളതാണ്. കൂടാതെ US ചൈന വ്യാപാര യുദ്ധം അമേരിക്കയെ ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒന്നാണ്. കൂടാതെ മലേറിയ, TB, HIV തുടങ്ങിയ രോഗങ്ങൾക്കായിട്ടുള്ള ജനറിക് മരുന്നുകളുടെ ഏറ്റവും വലിയ വിതരണക്കാരായിട്ടുള്ള ഇന്ത്യ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. മിഡിൽ ഈസ്റ്റിലും ചെങ്കടലിലെയും സംഘർഷങ്ങളൊക്കെ കാരണം മരുന്ന് കയറ്റുമതിക്ക് സുരക്ഷിത പാതകൾ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ത്യ GCC രാജ്യങ്ങളുമായിട്ട് പുതിയ വ്യാപാര കരാറുകൾ ഒപ്പുവയ്ക്കുകയും അതുവഴി അവിടെ ഒരു നിർബാധം ഇത് നടത്താനുള്ള ഒരു വഴി ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക വളർച്ചയും വെല്ലുവിളികളും ഒക്കെ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതി എന്ന് പറയുന്നത് ഏതാണ്ട് $27 ബില്യൺ കടന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ജനറിക് മരുന്ന്, ബയോസിമിലാറുകൾ, വാക്സിനുകൾ തുടങ്ങിയ മേഖലകളിലാണ് നമ്മൾ ഈ വളർച്ച കൈവരിച്ചിട്ടുള്ളത്. ഈ ചൈന +1 തന്ത്രമുണ്ട്. അത് അന്താരാഷ്ട്ര കമ്പനികൾ ചൈനയ്ക്ക് പകരം ഇന്ത്യയെ വിതരണ കേന്ദ്രമായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ആ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭൗതിക സ്വത്തവകാശ സമ്മർദ്ദങ്ങളും പേറ്റന്റ് മരുന്നുകളുടെ വില നിയന്ത്രണങ്ങളും ഒക്കെ നമുക്ക് വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട്. അടുത്തിടെ US സർക്കാരും ഇന്ത്യയും തമ്മിൽ ഒരു താരിഫ് വർധന സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇന്ത്യൻ മരുന്ന് കയറ്റുമതിക്ക് ബാധകമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. താരിഫ് വർധന അമേരിക്കൻ മാർക്കറ്റിലേക്ക് പോകുന്ന ചില ഇന്ത്യൻ ജനറിക് മെഡിസിൻസ് ഉണ്ട്. ഇത് അധിക ഇറക്കുമതി നികുതി ചുമത്തുന്നതോടുകൂടി വലിയ മത്സരം അവിടെ ഉടലെടുക്കുകയും ചെയ്യും. അപ്പോൾ അതിനെ ചെറുങ്ങനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ചെറിയ ഇടത്തരം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് US വിപണിയിൽ നിലനിൽക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഈ താരിഫുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതകളുണ്ട്. അമേരിക്കയിൽ ഇന്ത്യൻ ജനറിക് മരുന്നുകളെ ആശ്രയിക്കുന്ന കോടിക്കണക്കിന് രോഗികളാണ്. അപ്പോൾ ഈ രോഗികൾക്ക് വില ഉയരാനുള്ള സാധ്യതയും അത് അവരെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അമേരിക്കയെ സ്വാഭാവികമായി ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം മുന്നിൽ കണ്ടായിരിക്കും നമ്മൾ തുടങ്ങിയെടുത്ത്, അതായത് ഈ ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽ രംഗത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ശേഖരിച്ച് വെക്കാനുള്ള ഒരു കാര്യം 1.5 വർഷത്തോളമെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള രീതിയിൽ അവർ അത് കരുതൽ ശേഖരാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മെഡിക്കൽ രംഗത്തുള്ള ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള അവരുടെ നികുതി എന്ന് പറയുന്നത് അവർ ഇപ്പോഴും വലിയ കാര്യങ്ങളൊന്നും അതിൽ നടപ്പാക്കാതെ ഒരു മയമായിട്ടാണ് പോകുന്നത്. കാരണം അവർക്ക് വേണ്ടതെല്ലാം ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് അവർ അതിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യ US തമ്മിലുള്ള വ്യാപാര ചർച്ചകളിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖല പ്രധാന ഒരു ചർച്ചാ വിഷയമായിട്ട് അതുകൊണ്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. US ആഭ്യന്തര ഫാർമ ലോബികളുടെ സമ്മർദ്ദം വർദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മരുന്നുകളുടെ പ്രവേശനത്തിന് അധിക നിയന്ത്രണങ്ങളൊക്കെ വരാനിടയുണ്ട്. ആ വരാനിടയുണ്ട് എന്നുള്ള ചോദ്യം ആണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇപ്പോൾ അവർ കരുതൽ ശേഖരം അടുത്ത തിരിച്ചടി നമുക്ക് നൽകാൻ പോകുന്നത് എന്താണ് എന്നുള്ളതായിരുന്നു നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. ഇതിൻ്റെ ഒരു ആകെത്തുകയാണ് ഇവർ കരുതി വെക്കുന്ന ഈ കരുതൽ എടുക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.